അവിടുത്തെ വിശ്വാസത്തിന്റെ കീഴിൽ എന്റെ പ്രവൃത്തികൾ അങ്ങയോട് ചേർത്ത് നീതിയുക്തവും പാപരഹിതവുമായി മാറ്റണം. എന്റെ തീരുമാനങ്ങൾ എപ്പോഴും സത്യസന്ധവും നീതിയുക്തവുമാക്കണം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. എന്താ അപ്പച്ച? ആരോ വന്നിട്ടുണ്ടെന്നോ തോന്നുന്നു. നീ ഒന്ന് നോക്കിക്കേ. ഞാനൊന്ന് നോക്കട്ടെ. ആരൊക്കെ വന്നിട്ടുണ്ട് അപ്പച്ച? എനിക്ക് പരിചയമില്ലാത്തവല്ല. ആരാണ് ഈ നേരം? ഞാൻ വരാൻ പറഞ്ഞവരാണെങ്കിൽ അവര് വരാനുള്ള സമയമാകുന്നതേ. ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു കാര്യം, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും കൃത്യസമയത്ത് വരാൻ പറ്റാത്ത കുറെ ആൾക്കാരാണ്. ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ അപ്പച്ച. എപ്പോഴും സ്തുതി. സുഖമാണോ അപ്പച്ച? സുഖം തന്നെ മോൻ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ അപ്പച്ചൻ എന്തോ പറഞ്ഞല്ലോ. ഓ, പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇരിക്കും. ഗുഡ് മോർണിംഗ് അപ്പച്ചോ. ഗുഡ് മോർണിംഗ് മോനെ. ഒത്തിരി യാത്ര കഴിഞ്ഞ് വന്നതാന്ന് തോന്നുന്നു. എവിടെന്നാ മോനെ? ഞാൻ ഇടുക്കിന്നാണോ? ഓ, അപ്പൊ എന്റെ കണക്കൂട്ടല് ശരി തന്നെ. വാ മോനെ. പ്രൈസ് ലോർഡ്. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അപ്പച്ച. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കുമില്ലേ? എല്ലാവരും പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ എത്തി. വളരെ സന്തോഷം. നിങ്ങളെയെല്ലാം ഞാൻ വിളിച്ചു വരുത്തിയത് ഒരു വലിയ കാര്യം പറയാനാണ്. അതായത്, ഈ കാണുന്ന ബംഗ്ലാവും ഈ സ്വത്തുക്കളും എല്ലാം വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോ അതിനു മുൻപ് അർഹതപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പരീക്ഷയും വച്ചിട്ടുണ്ട് കേട്ടോ. പരീക്ഷ? അയ്യോ, നിങ്ങളതിന് പേപ്പർ പേനയൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പച്ച. ഇത് പേനയും പേപ്പറും പറ്റിട്ട പരീക്ഷയൊന്നും നല്ലതല്ല. ഇത് വേറൊരു രീതിയിലുള്ള പരീക്ഷയാണ്. അതായത് പറയാം. ഇതെല്ലാം കൂടി എത്ര കൂടി വരുമോ? എന്നെ അല്ലാതെ ആരെ ഏൽപ്പിക്കാൻ? അതിനു മുമ്പായി നിങ്ങൾ ഓരോരുത്തരും ഒന്നും പരിചയപ്പെടുത്താം. ഞാൻ ഒരു ബിസിനസ്സുകാരൻ. ഞാനും എൻ്റെ അപ്പനപ്പൂപ്പന്മാരും തലമുറയായ ബിസിനസ്സുകാരാണ്. ഞങ്ങൾക്ക് 15 ഫാക്ടറിയും 10 ബസ്സും. ഇവിടെ ഒരു അനാഥാലയവും നടത്തുന്നുണ്ടേ. ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. ദൈവം ഞങ്ങൾക്ക് വാരിക്കോരി തരുന്നുണ്ട്. ദൈവത്തിന് സ്തുതി. അപ്പച്ചോ, ഞാനൊരു ബാങ്ക് എംപ്ലോയിയാണേ. ഞങ്ങള് കുടുംബത്തോടെ ദൈവവിശ്വാസമുള്ളവരാ. അതുകൊണ്ട് ദൈവത്തിന് ഞങ്ങളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടേ. ഇനി മോൻ പരിചയപ്പെടുത്തു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പച്ച, ഞാൻ വളരെ ദൂരത്ത് വരുവാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. വടക്കേ ഇന്ത്യയിലാണ് പ്രവർത്തനം മുഴുവൻ. എൻ്റെ അപ്പച്ച, ഫേസ്ബുക്കിലൂടെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ മുഴുവൻ. അതുകൂടാതെ ഓരോ മീഡിയ വഴി പ്രാർത്ഥന കൂട്ടായ്മകളും പ്രഘോഷണങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ എന്ത് ചെലവാണെന്ന് അറിയാമോ? ഹലോ ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. എവിടെയെന്നാ? അമേരിക്കയിൽ നിന്നോ? ഓ, പറഞ്ഞു. എന്തു പറ്റി? അസുഖമോ? എന്താ അസുഖം? അയ്യോ, ഇത്രയും വലിയ അസുഖമോ? വായിക്കൊള്ളാത്ത പേരാണല്ലോ. എന്നാലും പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ്. അപ്പച്ച, ഇത് അമേരിക്കയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്താ. മോന് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചതാ. വലിയ രോഗമാണ്. പക്ഷേ ആ രോഗത്തിൻ്റെ പേര് വായിക്കൊള്ളത്തില്ല. എന്തോ ന്യൂമറാണോ ആൾട്ടോ അങ്ങനെ എന്തോ.
മോനെ, അതെ, ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പി സിലിക്കോ വോൾക്കാനോ കോഡിയാസിസ് എന്നാണ്. അതെ അപ്പച്ച, അപ്പച്ചനെ സമ്മതിക്കണം. സ്തോത്രം സ്തോത്രം. ആ വായിക്കൊള്ളാത്ത പേരുള്ള അസുഖത്തിനുടമയായ എന്റെ ഫ്രണ്ടിന്റെ മോന് സൗഖ്യം കൊടുക്കണമേ. സ്തോത്രം സ്തോത്രം. അപ്പച്ച, ആ അസുഖം പൂർണ്ണമായി മാറിയെന്ന് പറഞ്ഞ് ഇപ്പോ അമേരിക്കയിൽ നിന്ന് ബോർഡ് വരും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പച്ച, ഞങ്ങൾ കൃഷിക്കാരാണ്. നീക്കിയിരിപ്പൊന്നും കയ്യിലില്ല. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്നു. അതിന് ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. അതിന് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. പാരമ്പര്യമൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല അപ്പച്ച. ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിച്ചും കഴിയും വിധം മറ്റുള്ളവരെ സഹായിച്ചും മുന്നോട്ട് പോകുന്നു. സന്തോഷമായി. ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ പരീക്ഷയുടെ കാര്യം, അത് നിങ്ങൾ പാസ്സാകും. ഔസേപ്പേ, ആ പാത്രം ഇങ്ങോട്ടൊന്ന് എടുത്തിടാ. ഇതാ അപ്പച്ച. ഈ പാത്രത്തിൽ കുറച്ച് വിത്തും, ഇത് ഓരോന്നും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു. ഇത് പാകി മുളപ്പിച്ച് വളർത്തി അടുത്ത വർഷം ഇതേ സമയം ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിക്കും. അത്രേ ഉള്ളൂ അപ്പച്ച, അത് ഞാൻ ഏറ്റു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരീക്ഷ അല്ലേ? അപ്പോ അത് കണ്ട് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്വത്ത് ആർക്ക് തരണമെന്ന് തീരുമാനിക്കും. ഇതാ ഓരോരുത്തർക്കുമുള്ള ഇതാ പിടിച്ചോ. അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി എല്ലാവരെയും അടുത്ത വർഷം ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. കാണാം. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതെന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? കുടുംബ കൂട്ടായ്മ വല്ലതുമാണോ? അതെ അച്ഛൻ, ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഇവരെ എല്ലാം വിളിച്ചു വരുത്തിയത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്താണ് അച്ഛൻ വരുന്നത്. അത് നന്നായി. എന്റെ അച്ഛോ, ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ചൊരു തീരുമാനത്തിലെത്താമെന്ന്. വന്നപ്പോലെ അപ്പച്ചൻ ഞങ്ങൾക്കൊരു പരീക്ഷ തന്നേക്കുക. എന്ത് ചെയ്യാൻ അച്ഛ, ഈ പരീക്ഷ പാസ്സായ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആയിക്കോട്ടെ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ചുമ്മാ സ്വത്തൊക്കെ അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ അച്ഛോ. അതുകൊണ്ടാ ഞാൻ. അത് നന്നായി. നിനക്ക് പറ്റിയ ഒരു വിശ്വസ്തനെ കിട്ടാൻ ഞാൻ കർത്താവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചേക്കാം. ഔസേപ്പേ, അച്ഛന് കുടിക്കാൻ പലതും എടുക്കട. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും